ചോദ്യം 1. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഓപ്ഷനുകൾ: ഹെയ്ലി നാഷണൽ പാർക്ക്, ഗിർ നാഷണൽ പാർക്ക്, ഗ്രേറ്റ് ഹിമാലയൻ, കൻഹ നാഷണൽ പാർക്ക്. ശരി ഉത്തരം ഓപ്ഷൻ എ, ഹെയ്ലി നാഷണൽ പാർക്ക്. 1936 ആരംഭിച്ച ഈ പാർക്കിന് രൂപം നൽകിയ സർ മാൽക്കം ഹെയ്ലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം രാംഗംഗ ദേശീയോദ്യാനം എന്നായി ഇതിന്റെ പേര്. 1947 പ്രകൃതി ശാസ്ത്രജ്ഞനും വേട്ടക്കാരനുമായ ജിം കോർബറ്റിന്റെ ഓർമ്മയ്ക്കായി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നായി പേര്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ നൈനിറ്റാൾ ജില്ലയിലുള്ള കോർബറ്റ് ദേശീയ പാർക്കിന്റെ വിസ്തൃതി 523 ചതുരശ്ര കിലോമീറ്ററാണ്. പക്ഷിമൃഗാദികളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പാർക്കുകൾ തുടങ്ങാൻ ദേശീയ വനനയത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് തീരുമാനിച്ചത്. നാഷണൽ പാർക്കിൽ നായാട്ട് ഉൾപ്പെടെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഉപദ്രവമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച സ്ഥലത്ത് കന്നുകാലികളെ മേയാൻ വിടുന്നത് കുറ്റകരമാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് വന്യജീവികളെ കാണുന്നതിനുള്ള സൗകര്യം പാർക്കിലുണ്ടായിരിക്കും. കേരളത്തിൽ ഇടുക്കി ജില്ലയിലുള്ള ഇരവിക്കുളത്തിന് 1978 നാഷണൽ പാർക്ക് പദവി ലഭിച്ചത്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണിവിടം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ്. കേരളത്തിലെ ആമസോണായ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായ ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല എന്നിവയാണ് കേരളത്തിലെ മറ്റു നാഷണൽ പാർക്കുകൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഭൂരിപക്ഷവും ഇടുക്കി ജില്ലയിലാണ്. ചോദ്യം 2. ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായി 4 ബോളുകളിലും വിക്കറ്റ് നേടിയ താരം. ഓപ്ഷൻ: ഗ്ലെൻ മഗ്രാത്ത്, ചേതൻ ശർമ്മ, ലസിത് മലിംഗ, ഷോയബ് അക്തർ. ശരി ഉത്തരം ഓപ്ഷൻ സി, ലസിത് മലിംഗ. 2007 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ ശ്രീലങ്കൻ താരം തുടർച്ചയായി 4 പന്തുകളിലും 4 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയത്. ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ബൗളറാണ് ഇന്ത്യയുടെ ചേതൻ ശർമ്മ. 1987 ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഈ പ്രകടനം. 1999 സക്ലൈൻ മുഷ്താഖും, 2003 ചാമിന്ദ വാസും ബ്രെഡ്ലിയും, 2007 ലസിത് മലിംഗയുമാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ മറ്റുള്ളവർ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാണ് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മഗ്രാത്ത്. ആകെ 71 വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഒരൊറ്റ ലോകകപ്പ് ടൂർണമെന്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരവും ഗ്ലെൻ മഗ്രാത്താണ്. 2007 ലോകകപ്പിൽ 26 വിക്കറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ചോദ്യം 3. ഏതു രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിമാന സർവീസാണ് ഗരുഡ? ഓപ്ഷനുകൾ: ഇന്തോനേഷ്യ, നേപ്പാൾ, തായ്ലൻഡ്, മലേഷ്യ. ശരി ഉത്തരം ഓപ്ഷൻ എ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ അന്താരാഷ്ട്ര വിമാന സർവീസാണ് ഗരുഡ ഇന്തോനേഷ്യ. വിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. തായ്ലാന്റിന്റെ വിമാന സർവീസ് തായ് എയർവേസ്, നേപ്പാളിന്റേത് നേപ്പാൾ എയർലൈൻസ്, മലേഷ്യയുടേത് മലേഷ്യ എയർലൈൻസ് എന്നിവയാണ്. ചോദ്യം 4. സിൽവസ്റ്റർ ഡിക്കുന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷനുകൾ: സാഹിത്യ പ്രവർത്തനം, പരസ്യ നിർമ്മാണം, കെട്ടിട നിർമ്മാണം, സൈനിക സേവനം. ശരി ഉത്തരം ഓപ്ഷൻ ബി, പരസ്യ നിർമ്മാണം. ഇന്ത്യൻ ക്ഷീര വ്യവസായത്തിലെ പ്രമുഖരായിരുന്ന അമുലിന്റെ പരസ്യചിത്രം തയ്യാറാക്കിയ വ്യക്തിയാണ് സിൽവസ്റ്റർ ഡിക്കുന. അമുലിനു വേണ്ടി ഡിക്കുന കമ്മ്യൂണിക്കേഷൻ 1960കളിൽ പുറത്തിറക്കിയ പുള്ളിപ്പൊട്ടുകളുള്ള ഫ്രോക്ക് അണിഞ്ഞ സുന്ദരി പെൺകുട്ടിയുടെ ചിത്രം ഏറെ ജനപ്രീതി നേടി. അതോടൊപ്പം അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യവാചകവും ഏറെ ശ്രദ്ധ നേടി. 1990കളിൽ യൂണിഗേറ്റ് എന്ന ബ്രിട്ടീഷ് കമ്പനി അവതരിപ്പിച്ച ബട്ടറിന് അവർ നൽകിയ പേര് അട്ടർലി ബട്ടർലി എന്നായിരുന്നു എന്നത് ഈ പരസ്യവാചകത്തിന്റെ ജനപ്രീതി വിളിച്ചോതുന്നു. പരസ്യം തയ്യാറാക്കുമ്പോൾ ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ നായകനും അമുലിന്റെ സ്ഥാപകനുമായ ഡോക്ടർ വർഗീസ് കുര്യൻ നിർദ്ദേശിച്ചത് 2 കാര്യങ്ങളായിരുന്നു. എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുന്നതും ആരും പെട്ടെന്ന് മറക്കാത്തതുമായ മുഖമായിരിക്കണം പരസ്യചിത്രത്തിൻ്റേത്. പരസ്യം തുടർച്ചയായി മാറണമെന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നു. 50 വയസ്സിലേക്ക് കടക്കുന്ന അമുൽ സുന്ദരി ആദ്യമായി കരഞ്ഞത് ഡോക്ടർ വർഗീസ് കുര്യന്റെ നിര്യാണത്തിൽ അനുശോചിച്ചായിരുന്നു. 2012 സെപ്റ്റംബർ 9 വർഗീസ് കുര്യന് ആദരങ്ങൾ അർപ്പിച്ച് എത്തിയ അമുൽ സുന്ദരി ആദ്യമായി സാരി അണിഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടു. പുള്ളിപ്പൊട്ടുകളുള്ള ഫ്രോക്ക് അണിഞ്ഞ ഈ സുന്ദരിക്കുട്ടി ഇന്ത്യൻ ബാർബി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ആദ്യം പ്രത്യക്ഷപ്പെട്ട നാൾ മുതൽ ചിരിച്ചും തമാശ പറഞ്ഞും ആളുകളെ കയ്യിലെടുത്ത സുന്ദരിയുടെ ആദ്യ കരച്ചിൽ ഇന്റർനെറ്റിലും സോഷ്യൽ സൈറ്റുകളിലും പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
പരസ്യങ്ങളുടെ ലോകത്തെ പഠന വസ്തുവായിരുന്നു അമുലിന്റെ പരസ്യ ക്യാമ്പയിനുകൾ. അവതരണത്തിലെ പുതുമ കൊണ്ടും ആശയ വൈവിധ്യം കൊണ്ടും അമുൽ പരസ്യങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടി. അമുൽ പ്രമോഷന്റെ ഭാഗമായി 1976 പുറത്തിറക്കിയ മൻഥൻ എന്ന ചലച്ചിത്രം ലോകത്തിലെ ആദ്യ ജനകീയ സിനിമയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്മിത പാട്ടിൽ, നസറുദ്ദീൻ ഷാ, ഗിരീഷ് കർണാട് എന്നിവർ രംഗത്തെത്തി. ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് 2 രൂപ വീതം ശേഖരിച്ചാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ 1970 തുടക്കമിട്ട ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രത്തിന്റെ കഥ പറയുന്നത്. 1977 മികച്ച ഹിന്ദി ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മൻഥൻ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിന്റെ വിഭാഗത്തിൽ മത്സരിക്കുകയും ചെയ്തു. തിരക്കഥാകൃത്ത് വിജയ് ടെണ്ടുൽക്കറിനും ദേശീയ പുരസ്കാരം ലഭിച്ചു. ടൈറ്റിൽ ഗാനമായ മേരാ ഗം കഥാ പരേദ് ആലപിച്ച പ്രീതി സാഗർ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. സിൽവസ്റ്റർ ഡിക്കുനിന്റെ ഏജൻസിക്കു വേണ്ടി പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്ന ശ്യാം ബെനഗലും ഡോക്ടർ വർഗീസ് കുര്യനും ചേർന്നാണ് ചിത്രത്തിന്റെ ആശയം രൂപപ്പെടുത്തിയത്.